Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു നല്ല ടൊമാറ്റോ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ചോറ്, ചപ്പാത്തി, ദോശ, ഇഡ്ഡലി എന്തിൻ്റെ കൂടെയാണെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. നമുക്കൊരു 3 തക്കാളി നല്ല കനത്തിൽ നീളത്തിൽ മുറിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. അതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. ഞാനിത് 2 ട്രിപ്പായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ പകുതി ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടിയിൽ മുറിക്കാൻ പറയുന്നത് ഇത് കുഴഞ്ഞു പോകാതിരിക്കാനായിട്ട്. ഇതിനകത്ത് തക്കാളി അതേപോലെ കനത്തിൽ കിട്ടുമ്പോഴാണ് ഇതിന് ആ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഫ്രൈ ചെയ്യാം. ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഒരല്പം ഉപ്പും കുരുമുളക് പൊടിയും നമുക്ക് തൂക്കി കൊടുക്കാം. വളരെ കുറച്ച് മതി. ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സൈഡ് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ആ സൈഡും കൂടെ മൂത്ത് വരുമ്പോൾ അതേപോലെ തന്നെ ഒരല്പം ഉപ്പും കുരുമുളകും നമുക്കിതിനകത്തേക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 സൈഡും ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് പൊടിഞ്ഞു പോകാതെ കോരി മാറ്റാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ രണ്ടാമത് ബാക്കി ഉണ്ടായിരുന്ന തക്കാളിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതേ സ്റ്റൈലിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ ഒരു 2-3 സവോള ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ ടേസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ സവോളയുടെ അളവ് നമുക്ക് കുറച്ച് കൊടുത്താലും മതി. ഒരു സവോള ചേർത്താലും മതിയാവും. അപ്പോൾ കൂടുതൽ തക്കാളി ആകുമ്പോൾ കൂടുതലൊരു തക്കാളിയുടെ ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ അത് എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അതിനകത്തേക്ക് നമ്മൾ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണയിൽ തക്കാളിയുടെയും അതുപോലെ ഉപ്പും കുരുമുളകും എല്ലാം ഫ്ലേവർ ഇറങ്ങിയിട്ടുള്ള എണ്ണ തന്നെ ആയിരിക്കും. അത് തന്നെ ഉപയോഗിച്ചാൽ മതിയാവും. പോരെന്നുണ്ടെങ്കിൽ ഒരല്പം എണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് മൂത്ത് കിട്ടാനായിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒന്ന് വാടി വരുമ്പോഴേക്കും അതിനകത്തേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ട് 2.5 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. പൊടികളൊക്കെ മൂത്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ തക്കാളിയുടെ പീസ് അധികം ഉടയാത്ത രീതിയിൽ മിക്സ് ചെയ്യുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ നമുക്ക് വഴറ്റിയതിന് ശേഷം അവസാനം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു സ്റ്റൈലിൽ തക്കാളി ഫ്രൈ ചെയ്ത് ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.